ഇന്ത്യയുടെ ഇന്നത്തെ വിദേശ നയങ്ങൾ കാണുമ്പോഴാണ് അഹമ്മദിന്റെ കാലം ലോകരാഷ്ട്രങ്ങൾ വരെ ചർച്ച ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകുന്നതെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി. അമേരിക്ക ചങ്ങലക്കിട്ട് ഇന്ത്യക്കാരെ അടക്കം നാടുകടത്തുമ്പോൾ ഒന്ന് ശബ്ദിക്കാൻ പോലും നമ്മുടെ വിദേശമന്ത്രിക്ക് കഴിയുന്നില്ല. ലോകരാഷ്ട്രങ്ങളുമായി എന്നും നല്ല ബന്ധം ഉണ്ടാക്കാനും അഹമ്മദിനായെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ അഹമ്മദ് അന്താരാഷ്ട്ര സെമിനാറിന്റെ ആദ്യ സെഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. ലോകത്തിനൊപ്പം നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊണ്ട രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ കൂടിയാണ് ലോകം അഹമ്മദിനെ കാണുന്നതെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇന്ന് അതെല്ലാം ഒരു പിടി ചാരമായി. യാസർ അറാഫത്തുമില്ല, പാലസ്തീനുമില്ല. പാലസ്തീൻ ഒന്നിനും കൊള്ളില്ല, ഇനി ടൂറിസ്റ്റ് കേന്ദ്രമാക്കണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ലോകത്ത് ഭയാനകമായ അവസ്ഥയാണ്. അതിനെതിരെ ശബ്ദിക്കാൻ ഇന്ത്യക്കും കഴിയുന്നില്ല. അഹമ്മദ് വിദേശകാര്യ സഹമന്ത്രിയായിരുന്നപ്പോൾ ഇന്ത്യയുടെ നിലപാട് ഇങ്ങനെയായിരുന്നില്ല. കൃത്യമായ വിദേശ നയം ഇന്ത്യക്കുണ്ടായിരുന്നു. അമേരിക്കയിൽ ചങ്ങലക്കിട്ട് നാട് കടത്തുന്ന അവസ്ഥയുണ്ടായപ്പോൾ പോലും നമുക്ക് പ്രതികരിക്കാൻ കഴിയാത്തത് അഹമ്മദിനെ പോലുള്ള നേതാവിന്റെ അഭാവം കൊണ്ടാണെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇപ്പോൾ ഇവിടെ മോഡി വന്നിരിക്കുന്നു, കയ്യും കാലും കെട്ടിയിട്ട് ചങ്ങലക്കിട്ട് കൊണ്ടുവരിക. നമ്മുടെ പൗരന്മാരെ യാതൊരു മടിയില്ല. ഈ സമയത്ത് അഹമ്മദ് സാഹിബോ മറ്റോ ആയിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് സംഭവിക്കുമായിരുന്നു, എന്തൊരു ബഹളാവോ. ഇപ്പോൾ ചോദ്യം ചെയ്യാനാവില്ല. ഒരു ഫ്ലൈറ്റിൽ, മിലിറ്ററി ഫ്ലൈറ്റിൽ കയ്യും കാലും കെട്ടിട്ട് കൊണ്ടുവരണം ഇന്ത്യൻ പൗരന്മാരെ. എന്നൊരു കൂളായിട്ട് പാർലമെന്റിലിരുന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ആ കസാരയിൽ ഇരുന്ന് അതിനെ ന്യായീകരിക്കുക. നാണക്കേടിൻ്റെ പര്യായം എന്നല്ലാതെ മറ്റെന്താ പറയുക? നാണക്കേടിൻ്റെ പര്യായം. സ്വന്തം പൗരന്മാരെ കയ്യും കാലും കൂട്ടിക്കെട്ടി അവിടുന്ന് പാർസൽ ചെയ്തതിനെ ന്യായീകരിക്കുകയാണ് ഇവിടെ വിദേശകാര്യമന്ത്രി. അഹമ്മദ് സാഹിബിൻ്റെ കാലം എന്തൊരു വ്യത്യാസമായിരുന്നു. അതാണ് അഹമ്മദ് സാഹിബിനെ ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നും. നരേന്ദ്രമോദിയുടെ നയം ബ്രിട്ടീഷുകാരുടെ നയമാണ്. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രമാണ് നരേന്ദ്രമോദിയും സ്വീകരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി ഏതു ക്രൂരനെയും മഹാനാക്കാനാകുമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. നിർമ്മിത ബുദ്ധി ടെക്നോളജി അടക്കം നുണ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തന്ത്രവും അതുതന്നെയാണ്. ലോകത്താകമാനം ഇതാണ് ഇന്നത്തെ അവസ്ഥയെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പ്ലാസ്റ്റിക് മഹത്തായ സാധനമാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഈ നിലക്ക് പോയാൽ ലോകത്തിന്റെ അവസ്ഥ എന്താകുമെന്നും കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു. ശ്രീ മോഡി നടത്തിക്കൊണ്ടിരിക്കുന്ന നയം എന്താ? ബ്രിട്ടീഷുകാർ ഇവിടെ നടത്തിയത് അതേ നയം. ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ഹീറോ ആണ്. ഒരു മടി, സ്വന്തം ജനതയെ ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ഹീറോ. നിർഭാഗ്യകരമായ ഒരവസ്ഥ. അഹമ്മദ് സാഹിബൊക്കെ ഓടി നടന്ന് ലോകത്ത് പ്രചരിപ്പിച്ചത് സൗഹൃദമാണ്, മനുഷ്യത്വമാണ്, പ്രകൃതി സംരക്ഷണത്തിൻ്റെ സന്ദേശമാണ്. ഇന്ന് രാവിലത്തെ ന്യൂസ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് മഹത്തായ ഒരു സാധനമാണ്. ആ സാധനം എല്ലാവരും കാര്യമായിട്ട് ഉപയോഗിക്കണം. എന്ത് പ്ലാസ്റ്റിക്? മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും അഹമ്മദ് ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സെമിനാറിൽ വ്യാപകമാകുന്ന നവയാഥാസ്ഥികത എന്ന വിഷയത്തിൽ നടന്ന പ്രൈം ടോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, ജനറൽ സെക്രട്ടറി കെ.ടി. സഹദുള്ള, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കല്ലായി, പൊട്ടങ്കണ്ടി അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. IIMK അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഇർഫാനുള്ള ഫാറൂഖി മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.